Once again, happy to see you, my dear students. Liban sir ആണ്. വെൽക്കം ടു എജുപോഡ്. എങ്ങനെയുണ്ടാ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞു, അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു, നിങ്ങളുടെ മോഡൽ എക്സാം മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അടുത്തുകൊണ്ടിരിക്കുകയാണ് മോഡൽ എക്സാം. സോ നിങ്ങൾക്ക് എക്സാം എങ്ങനെ എഴുതണം എന്നുള്ള പേടിയുണ്ടോ? പേടിക്കേണ്ട, അക്കൗണ്ടൻസി സെറ്റാക്കാൻ നമ്മുടെ എജുപോഡിൻ്റെ ടീമുണ്ട്. കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഒരു പോർഷൻ ആണെന്ത് അക്കൗണ്ടൻസി അല്ലേ. അക്കൗണ്ടൻസിയും എക്കണോമിക്സ് ആണ് പൊതുവെ എല്ലാവർക്കും നല്ല ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുള്ളത്. സോ ഒരു അക്കൗണ്ടൻസി നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റാണോ? ഓക്കെ അല്ലേ? സോ നമ്മുടെ അക്കൗണ്ടൻസി മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഫസ്റ്റ് അല്ലേ, പാർട്ട് 1 നിങ്ങൾക്ക് എന്തുണ്ട്, 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്താണ്? അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് അല്ലേ, അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്, പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതൊന്നായിരിക്കും എത്ര മാർക്ക് ഉണ്ടാകുക? 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ, 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യാം, 2 പാർട്ടാക്കാം. എന്താ 2 പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ പാർട്ടിനെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചാപ്റ്റർ 1 and 4 ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ്സും അതുപോലെ ഡിസൊല്യൂഷനും എന്ത് ചെയ്യുക, ഒരു പാർട്ടായിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം അത് ഓൾമോസ്റ്റ് ലിങ്ക്ഡ് ഒന്നും അല്ലെങ്കിലും എന്താണ്, അത് ചെറിയ ചാപ്റ്റേഴ്സാണ്. കാരണം ഫസ്റ്റ് ചാപ്റ്ററും ലാസ്റ്റ് ചാപ്റ്ററും കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സെക്കൻഡ് പാർട്ടിനർക്ക് ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ പാർട്ടിനർക്ക് ഉദ്ദേശിക്കുന്നത് 3 and 4 അഥവാ അഡ്മിഷൻ ഓഫ് പാർട്ട്ണറും റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് പാർട്ട്ണറും. ഇത് രണ്ടും ഇന്റർ റിലേറ്റഡാണ്. ഇതെന്താ ഇന്റർ റിലേറ്റഡാണ്? കാരണം ഇത് രണ്ടും അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സാണ്. മാത്രമല്ല 2 ചാപ്റ്ററിലും ഒരേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ വലിയ ചാപ്റ്റർ, പക്ഷേ 4ാമത്തെ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. കാരണം ഓൾറെഡി മുന്നേ പഠിച്ച കാര്യങ്ങളാണ് ഈ ഒരു 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതൊരു എന്ത് ചെയ്യുക, ഒരു ടീമാക്കി പഠിക്കാം. നെക്സ്റ്റ് നിങ്ങൾക്കുള്ള AFS. എന്താണ് AFS? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും. AFS അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിരിക്കും. അപ്പം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് 2 പാർട്ട് ഉണ്ട്. ഒന്ന് പ്രാക്ടിക്കൽ, ഒന്ന് പ്രാക്ടിക്കൽ പാർട്ട് ഉണ്ടാകും. 2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ 20 മാർക്കിൻ്റെ ഫൈനൽ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എന്താണ്? 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ഉണ്ടാകും. സോ അല്ലാത്ത ആൾക്കാർക്ക്, AFS പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ എക്സ്ട്രാ ഈ 2 പോർഷൻ എന്ത് ചെയ്യാനുണ്ടാവില്ല, പഠിക്കാനുണ്ടാവില്ല. അവർക്ക് എന്ത് ചെയ്യും, വേറെ കാര്യങ്ങളാണുള്ളത്. സോ നിങ്ങളുടെ പ്രാക്ടിക്കൽ 40 മാർക്കിനാണ്. അഥവാ +1 20ഉം +2 20ഉം കൂട്ടി 40 മാർക്കാണ്. അതിൽ 32 മാർക്ക് നിങ്ങളുടെ ഔട്ട്പുട്ട്, 4 മാർക്ക് വൈവ, 4 മാർക്ക് റെക്കോർഡിനാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു പോർഷൻ നിങ്ങൾ നോക്കണ്ട, കാരണം അത് കഴിഞ്ഞതാണല്ലോ. കാരണം ഇനി മോഡൽ എക്സാമാണ് വരുന്നത്. നെക്സ്റ്റ് CAS അല്ലേ, CS. ചില ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത് ബോധർ ചെയ്യേണ്ട, നിങ്ങൾ അതനുസരിച്ച് ചെയ്താൽ മതി. CS കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അതിൽ 20 മാർക്ക് ചോദിക്കും. സിമ്പിളായിട്ടുള്ള 6 ചാപ്റ്റേഴ്സാണ്. പക്കാ തിയറി. നിങ്ങൾ ഓൾറെഡി ഈ പ്രാക്ടിക്കൽ ചെയ്ത ആൾക്കാരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു 6 ചാപ്റ്റർ ഉണ്ടാവുക. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും, അധികം ലെങ്ത് ഒന്നുമില്ല. എജുപോഡിൻ്റെ ക്ലാസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിലെ നോട്ട്സ് നിങ്ങൾ വായിച്ച് പോയാൽ മാത്രം മതി, എളുപ്പത്തിൽ ചെയ്യാം. ഒരിക്കലും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യനോ ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, ഇവിടെ പഠിക്കാനുണ്ടാവില്ല. ലാസ്റ്റ് 5ാമത്തത് AFS ആണ്. AFS എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും AFS പഠിക്കാനുണ്ടാവില്ല, എല്ലാ ആൾക്കാർക്കും CS ഉണ്ടാവില്ല. നിങ്ങളൊരു 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100ലെ 85 അല്ലെങ്കിൽ 90 കുട്ടികളും എന്തായിരിക്കും, CS ആയിരിക്കും മൊത്തം. അപ്പം നിങ്ങളെ ക്ലാസ്സിൽ CS ആണെങ്കിൽ എല്ലാ ആൾക്കാരും CS ആയിരിക്കും. ചിലതുണ്ടാകും AFS ബാച്ച്, അത് വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ AFS ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ലാബ് ഇല്ലാത്ത സ്കൂളോ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ജനറലി AFS പഠിക്കുക. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് വലിയ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. എത്രയാണ്? 6 ചാപ്റ്റേഴ്സ്. സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനും അതുപോലെ AFSലും ഇവിടെ ഞാൻ 5 എഴുതിയുള്ളത്, അത് 6 ചാപ്റ്റേഴ്സ് ആയിരുന്നു കണക്കാക്കേണ്ടത്. പക്ഷേ പാർട്ട്ണർഷിപ്പ് വെച്ച് നോക്കുമ്പം ഈ AFSO അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങോ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് 6 എന്ന് വിളിക്കാണ്ട് 5 വിളിച്ചാലും മതി. ഈ 6 ചാപ്റ്റേഴ്സ് എന്തിൽ, AFSൽ വലിയ ചാപ്റ്റേഴ്സാണ്, പക്ഷേ കമ്പ്യൂട്ടറൈസിൽ ചെറിയ ചാപ്റ്റേഴ്സ് സിമ്പിളാണ്. AFS കമ്പ്യൂട്ടറൈസിങ് അക്കൗണ്ടിങ് AFSന് പകുതിയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ, അക്കൗണ്ടിങ് ഫോർ ഡിബഞ്ചേഴ്സ്, കമ്പനീസിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അക്കൗണ്ടിങ് റേഷ്യോസ് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ അക്കൗണ്ടിങ് റേഷ്യോസ് ഫസ്റ്റത്തെ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ, ഇത് രണ്ടും വലിയ ചാപ്റ്റേഴ്സാണ്.
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അക്കൗണ്ടിങ് ഫോർ ഡിബഞ്ചറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ്. ദെൻ മൂന്നാമത്തെ ചാപ്റ്ററും അതുപോലെ ആറാമത്തെ ചാപ്റ്ററും ചെറിയ ചെറിയ ചാപ്റ്റർ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കൊടുത്ത് പഠിക്കാം. ഇതും പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കാം. പാർട്ട്ണർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് AFSന് കൊടുക്കണം. കാരണം രണ്ടിനും 40 മാർക്കാണ്. എന്താണ്, പാർട്ട്ണർഷിപ്പിന് 40 മാർക്കാണ്, AFSന് എന്തുണ്ടാകും, നിങ്ങൾക്ക് 40 മാർക്ക് ഉണ്ടാകും. അപ്പം അത് കൂടുതൽ പഠിക്കുക, ഇത് കൂടുതൽ പഠിക്കുക എന്നില്ല. പക്ഷെ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ AFSാണ്. AFSലാണ്, അതായത് പാർട്ട്ണർഷിപ്പിനേക്കാൾ കൂടുതൽ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ AFSന്. കാരണം AFSന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല. മാത്രമല്ല എന്തില്ല, വലിയ വൈഡായിട്ട് AFSൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ നല്ല ഡിഫിക്കൽട്ടായിട്ട് ക്വസ്റ്റ്യൻ എന്തുണ്ടാവും, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സെറ്റാണോ? ഈ ഒരു രീതിയിൽ നിങ്ങളെ പാർട്ട്ണർഷിപ്പ് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. കാരണം പാർട്ട്ണർഷിപ്പാണ് ഏറ്റവും നല്ല ടൈം എടുത്ത് പഠിക്കേണ്ടത്. കാരണം നല്ലോണം പഠിക്കാനുണ്ട്, നല്ല ഡിഫിക്കൽട്ടുമാണ്. ഇനി ഫർദർ സ്റ്റഡീസിന് പോകുകയും പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാകും, പഠിക്കാനുണ്ടാകും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അത് +2 വേണ്ടി മാത്രമുള്ളതാണ്. ചില ആൾക്കാർ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ അത് കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും. വേറെ പ്രൊഫഷണൽ കോഴ്സൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് നിങ്ങൾക്ക് വലിയ ആവശ്യം ഉണ്ടാവില്ല. ഇനി അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കമ്പ്യൂട്ടറിനെ കുറച്ച്, അഥവാ നിങ്ങളുടെ ജുനു കാത്ത, ടാലി, എക്സൽ ഒക്കെ എന്ത് ചെയ്യും, കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂസബിൾ ആയിരിക്കും. പിന്നെ AFS ആണ്. AFS നിങ്ങൾക്ക് നല്ലോണം യൂസബിൾ ആയിരിക്കും. ഡിഗ്രി ആണെങ്കിലും അത് ഇനി +2 കഴിഞ്ഞിട്ട് എന്ത് പഠിക്കാൻ പോവുകയാണെങ്കിലും, കൊമേഴ്സ് ഫീൽഡിലാണെങ്കിൽ അക്കൗണ്ടൻസി ഉണ്ടെങ്കിൽ AFS നല്ല രീതിയിൽ എന്ത് ചെയ്യും, യൂസ്ഫുൾ ആകും. നന്നായിട്ട് പഠിക്കണം, എന്ത് ചെയ്യണം, നല്ല മാർക്ക് വാങ്ങണം. അങ്ങനെ മാർക്ക് വാങ്ങാൻ കുറച്ച് ടെക്നിക്സ് പറഞ്ഞുതരാം. എന്തെല്ലാം മെത്തേഡ്സ് വേണം. റീഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ല, ഒരിക്കലും അക്കൗണ്ടൻസി റീഡ് ചെയ്ത് പഠിക്കരുത്. ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കും, അതിന് ഉത്തരം സൊല്യൂഷൻ ഉണ്ടാകും. എന്നാൽ സൊല്യൂഷൻ എങ്ങനെ വായിക്കും, എന്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് + പർച്ചേസ് + ക്ലോസിംഗ് സ്റ്റോക്ക്, അതാ നമ്പർ അടക്കം അവർ വായിക്കും. വായിച്ച് പഠിക്കാൻ ഇതെന്തല്ല മക്കളെ, ഇത് തിയറി അല്ല, ഇംഗ്ലീഷോ ലാംഗ്വേജോ ബിസിനസ്സോ ഒന്നും അല്ല. ഇത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം, ചെയ്തിട്ട് തന്നെ പഠിക്കണം. സോ റൈറ്റ്, നോട്ട് റീഡ്. പക്ഷേ തിയറി പോർഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ തന്നെ തിയറി പോർഷൻസ് എന്തുണ്ട്, നിങ്ങൾ പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ഗുഡ് വിൽ എന്താണെന്നുള്ളത് ചോദിക്കൂലേ, പാർട്ട്ണർഷിപ്പിലെ അക്കൗണ്ടിങ്ങിലെ പാർട്ട്ണർഷിപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഉണ്ട്. എത്ര ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് കൊടുക്കാൻ പറ്റുമോ, ഡീഡ് ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രൊവിഷൻസ്, അങ്ങനെ തുടങ്ങിയത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അങ്ങനെ കുറേ തിയറി ഉണ്ട്. ആ തിയറീസൊക്കെ മാത്രം, അഥവാ ഒരു 10% മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, നിങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ റൈറ്റാണ്, എഴുതുക ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ചെയ്യുക വേണ്ടത്. നെക്സ്റ്റ് റിവൈസ് ചെയ്യണം. എത്ര പഠിച്ചിട്ടും കാര്യമല്ല, അത് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ റിവൈസ് ചെയ്യണം. ഒന്നുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്യണം. അഥവാ ഒരു ചാപ്റ്റർ മൊത്തം പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ, അതുപോലെ തന്നെ വേറെ എന്തുണ്ട്, PYQ ക്വസ്റ്റ്യൻസ് മാത്രമല്ല വേറെന്താ ഉള്ളത് മക്കളെ, മറന്നുപോയോ? ഇല്ല, ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസോ, അങ്ങനത്തെ ഒരുപാട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. അത് ചെയ്ത് തന്നെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. കാരണം നിങ്ങളെന്താ, അക്കൗണ്ടിങ് പഠിക്കുന്ന ആൾക്കാരാണ്, ലോജിക്കലായിട്ട് ചിന്തിക്കണം. ഈ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് നിങ്ങൾ കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഇനി പഠിക്കുന്നെങ്കിലും CS ചെയ്തപ്പോൾ, അഥവാ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അഥവാ ഇത് കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല, ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു രീതി മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അതേപോലെ തന്നെ അക്കൗണ്ടൻസിയുടെ എല്ലാ പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. സെറ്റല്ലേ? ഈ ഒരു രീതിയിൽ, ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങണം. ഫുൾ മാർക്ക് വാങ്ങി നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം, സാറേ എനിക്ക് ഫുൾ മാർക്ക് കിട്ടി എന്നുള്ളത്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ഒരു മോട്ടിവേഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദ ബെസ്റ്റ്.